ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാം, നമ്മുടെ കോഴിക്കോടുള്ള സരോവരം പാർക്കിലേക്ക്. അങ്ങോട്ട് പോകാൻ കാരണം വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് എല്ലായിടത്തും പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പം ഞങ്ങൾ കസിൻസിന് മാത്രമായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് എൻജോയ് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയതാട്ടോ. പക്ഷേ കുട്ടികളെ എടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയ കുട്ടികളെ മാത്രം, അതായത് 3-4 മക്കളെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയില്ല വലിയ മക്കളൊക്കെ വീട്ടിലാക്കിയിട്ടാട്ടോ ഞങ്ങളും കൂടി വന്നത്. കാരണം ഈ ചെറിയ മക്കളെ വീട്ടിൽ നോക്കായിട്ടല്ല, പക്ഷെ അവർ നിൽക്കൂല. അപ്പോൾ പിന്നെ അവർ 1-2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അത് മൈൻഡ് ആക്കിയിട്ട് ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങി. രാവിലെ ഒരു 11:30 ആകുമ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സരോവരത്തെത്തി. സരോവരത്ത് രാവിലെ ആയതുകൊണ്ടാണ് അവിടേക്ക് പോയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും സരോവരം പാർക്കിൽ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മോളുണ്ട്, ഒരു കയ്യിൽ സാധാരണ പോലെ ഫോണും ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് ശീലമായി. അങ്ങനെ അനിയത്തിൻ്റെ മോന് നല്ല രസമായിരുന്നു കേട്ടോ. അവന് എന്ത് സാധനവും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒപ്പരം വന്നതല്ല, 2 വീലറുള്ളവർ 2 വീലറിൽ വന്ന്. അപ്പം 2 വീലർ ബാക്കിൽ കയറ്റാൻ പറ്റിയവരെ ബാക്കിൽ കയറ്റി. പിന്നെ എൻ്റെ അനിയത്തി കാർ എടുത്തിരുന്നു. അപ്പം ഓരോ സ്റ്റോപ്പിൽ ഓരോരുത്തർ നിന്ന്. ഞങ്ങളൊക്കെ ഏകദേശം ഒരുവിധ ആൾക്കാരൊക്കെ അടുത്തടുത്താണ് താമസം. 2-3 പേരേ ഉള്ളൂ കുറച്ച് ദൂരെ. അപ്പോൾ അവർ അവിടുന്ന് ഇങ്ങോട്ട് എത്തിയതാട്ടോ ചെയ്തത്. അങ്ങനെ അനിയത്തി എന്ത് ചെയ്ത് കാറുമായിട്ട് ഞങ്ങളെല്ലാവരെയും വീടിൻ്റെ അവിടെ വന്ന് പിക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവളെ പിക്ക് ചെയ്ത ആളെ കയ്യിലൊക്കെ കുട്ടികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു. വീട്ടിൽ നിന്ന് കയറി ഇവിടെ വന്നിറങ്ങി. പിന്നെ അവളെ പരപ്പനങ്ങാടി നിന്നാട്ടോ വന്നത്. അതായത് വേറെ ജില്ലയാണ്, മലപ്പുറം ജില്ലയാണ്. അവൾക്ക് വലിയ സീനൊന്നുമില്ല. പോവാന്ന് പറഞ്ഞാൽ വിളിച്ചാൽ മതി, അപ്പോൾ പാഞ്ഞു വരും. അങ്ങനെ നല്ല അടിച്ചു പൊളിച്ച് ഒരു ദിവസമായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്, കുട്ടികളെയും കൊണ്ടിട്ട് തന്നെ നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു റീല് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാട്ടോ വന്നത്. അങ്ങനെ പാർക്കിലേക്ക് കയറിയപ്പോൾ സെക്യൂരിറ്റീനെ ഒന്ന് നോക്കി നോക്കി. അപ്പോൾ അവിടെ എവിടെയും കാണുന്നില്ല. ചിൽഡ്രൻസ് പാർക്കെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഞങ്ങളും ഒരു ചിൽഡ്രൻസ് ആയിട്ടാണല്ലോ ഇത്ര വലുതായത്. അപ്പോൾ ഈ പാർക്കിലുള്ള ഓരോ സംഭവങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളെ ഒരു ഭാഗത്തേക്ക് വിട്ടു, ചെറിയൊരു ഇതിൽ അവരെ അങ്ങോട്ട് വിട്ടു. എൻ്റെ മോളെ അതേപോലെ ഒരു കസിന് എടുത്ത് ഒലിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്യാമറ എൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒലിയുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാനിപ്പം ഇവർ ഒലിഞ്ഞ് വരുമല്ലോ എന്ന് ചോദിച്ച് ഞാനിങ്ങനെ കാത്തിക്കുക. അപ്പോഴേക്കും വീഴലും പിന്നെ ഓരോ ഇതൊക്കെ ആയി അങ്ങനെ ടൈം ഇതായി. പക്ഷെ ഇതൊക്കെ എൻ്റെ മോള് നോക്കി നിൽക്കുക കേട്ടോ. അവൾ ഇങ്ങനെ നടക്കുക, അതിനിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരും, പിന്നെ അങ്ങനെ നടക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇവരൊക്കെ നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ കയറുമെന്നും പറഞ്ഞ് എല്ലാത്തിനെയും പിടിച്ച് കയറ്റി കേട്ടോ. അങ്ങനെ പിന്നെ മുന്നിൽ പോയി ഇരുന്ന് വീഡിയോ എടുക്കാനൊക്കെ നിന്നു. ഇതെന്താ
അവരൊലിയുന്ന സമയത്ത് ഞാൻ വേഗം വാ അടുത്താൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ പിന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എനിക്ക് ചെറിയൊരു ആൻസൈറ്റി ഉണ്ടോ എന്നൊരു സംശയം. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം എനിക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഉൾവലിവ് ഉണ്ടാവും, അതായത് ഒരു ചെറിയൊരു പേടി. പിന്നെ ഞാനത് മാക്സിമം കവർ ചെയ്ത് ഞാനത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങുകയാണ്. അപ്പം അനിയത്തിയാണ് ഡാൻസ് മാസ്റ്റർ വിക്രം. ഇവളൊരു സകലകലാവല്ലഭ, ഡാൻസ് ചെയ്യിപ്പിക്കും, അവൾ മെഹന്തി ഇടും, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഡ്രൈവറാണ്, എല്ലാവിധ ഒരു കലാകാരി കേട്ടോ അവള്. നല്ല കോമഡി എന്ന് പറഞ്ഞാൽ നല്ല കോമഡി ആയിരുന്നു. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ ഒരു സൈഡിൽ നിർത്തിയിട്ടോ. അപ്പം ചെറുതിനെ പാല് കൊടുത്തിട്ട് അവിടെ കിടത്തി. അപ്പം അനിയൻ്റെ വൈഫ് അവളെ നോക്കി, അവൾ ഡാൻസിനില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്തോ ഒരു കോമഡി പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ചിരിച്ചതാണ്. അതും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ നടക്കാൻ തുടങ്ങിയിട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ വന്നുകൊണ്ട് പാർക്കിൽ ആരും ഇല്ലായിരുന്നു, ഒറ്റപ്പെട്ട ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3 മണി വരെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അടിച്ച് പൊളിച്ചിട്ടോ. പിന്നെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കാറിൻ്റെ അടുത്തേക്ക് പോയി. വേറെ ഒന്നുമില്ല കേട്ടോ, 3 മണിയായപ്പോൾ വിശക്കാൻ തുടങ്ങി, മക്കളൊക്കെ ഏകദേശം ഉറക്ക് വരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാതെ ഉറങ്ങില്ല എന്ന് വെച്ച് ഞങ്ങൾ ഏകദേശം ഉദ്ദേശിച്ചത് സൂഫി മന്തി കഴിക്കാനാണ്. അങ്ങനെ ഡ്രൈവർ ഞങ്ങളെ കാറിലേക്ക് ഇട്ടു. ഞങ്ങളെല്ലാവരും കൂടി സൂഫി മന്തി കഴിക്കാൻ വേണ്ടി ആ ഹോട്ടലിന് മുന്നിൽ കൊണ്ടുപോയി ഇറക്കി തന്നു കേട്ടോ. പക്ഷേ അവിടെ കുറച്ച് റോഡ് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഹോട്ടലിന് മുന്നിൽ നിർത്താൻ പറ്റിയില്ല. സെക്യൂരിറ്റി കുറച്ച് ഇപ്പുറത്തേക്കായിരുന്നു, റോഡ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ കാറ് റോഡിൽ നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവുക ചെയ്തത്. കുട്ടിക്ക് വിശന്നുകൊണ്ടാണെന്നറിയില്ല ഹോട്ടലിലെത്തി. പിന്നെ ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല, 3:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും. ആദ്യം വിചാരിച്ചു എൻ്റെ ഫുഡ് കഴിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരുന്നു, പിന്നെ വിചാരിച്ചു മന്തി തന്നെ ആക്കാമെന്ന്. അതാകുമ്പോൾ കുട്ടിക്ക് ഇഷ്ടമാണ്, പിന്നെ അതാകുമ്പോൾ എല്ലാവർക്കും ഒരു ഫുഡ് തന്നെ ആകുമ്പോൾ അങ്ങനെ കഴിക്കാമെന്നും വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തിയ സമയത്ത് ടേബിൾ ക്ലീൻ ചെയ്യാനൊന്നും സമയമില്ല കേട്ടോ, കാരണം ആ ടേബിളും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെയും വെയിറ്റ് ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയിരുന്നു. അങ്ങനെ അനിയത്തിൻ്റെ മോന് ഏകദേശം വിശന്നിട്ടാണോന്ന് അറിയില്ല, അവളോട് എടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ടേബിൾ ക്ലീൻ ചെയ്യാൻ അവർ വന്ന് ക്ലീനൊക്കെ ചെയ്തെന്ന്. അങ്ങനെ ഞങ്ങൾ കിട്ടിയ സ്ഥലത്തൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബേബി ചെയറൊക്കെ എടുത്തു തരാൻ പറഞ്ഞു, ഏതെങ്കിലും ബേബിക്ക് ഇരിക്കാമല്ലോ. അങ്ങനെ ഞാനായിരുന്നു അറ്റത്തിരുന്നത്, അതുകൊണ്ട് എൻ്റെ ബേബിക്ക് തന്നെ ആ ചെയർ അവർ കൊണ്ടു തന്നു കേട്ടോ. അപ്പം അനിയത്തിൻ്റെ മോന് ഭയങ്കര സ്നേഹം, അവൾ എടുത്തുകൊണ്ടാണോ എന്നറിയില്ല, മോളോട് ഭയങ്കര സ്നേഹം. പക്ഷെ വെറും പ്രഹസനം മാത്രമായിരുന്നു. അവർ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് കൊണ്ടുവന്നേ. അനിയത്തിൻ്റെ മോനിക്ക് മന്തി വേണ്ട, കുബൂസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവനക്ക് കുബൂസ് കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയ പീസ് അനിയത്തി മോൻ കാണാതെ എടുത്ത് എൻ്റെ മോളെ കൈ കൊടുത്തു. അപ്പോഴേക്ക് തുടങ്ങി അടി. അപ്പം 10 മിനിറ്റ് മുമ്പേ സ്നേഹിച്ച് ഉമ്മ വെച്ച ആൾക്കാർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയായി. അങ്ങനെ മോക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, അവൾക്ക് റൈസ് ഐറ്റംസ് ആണ് ഇഷ്ടം, കുബൂസിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ തുപ്പി. പക്ഷേ അടി അവിടെ കഴിഞ്ഞ്. അങ്ങനെ അവൾക്ക് മന്തിയൊക്കെ കൊടുത്തപ്പോൾ വിശന്നുകൊണ്ടാണെന്നറിയില്ല വേഗം കഴിച്ചു. അപ്പോൾ അവൾ ചുറ്റിലും നോക്കുന്നുണ്ട് എന്താ ഇപ്പോൾ എവിടാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ. പിന്നെ ഞാൻ കഴിക്കണമല്ലല്ലോ അവൻ കഴിക്കണമെന്നുള്ളൊരു ആ ഒരു ഇതിലും അവനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വീണ്ടും കാറ് കയറി അനിയത്തി ഞങ്ങളെ ബീച്ചിൽ കൊണ്ട് ഇറക്കി. അപ്പം അപ്പോഴേ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴും സമാധാനമില്ലേ, വീട്ടിൽ വേറെയും മക്കളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് വീട്ടിൽ ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ ആരും അടുത്തും ആക്കാനില്ലാത്തതുകൊണ്ട് എൻ്റെ 2 മക്കളെയും ഞാൻ ഒരു കസിൻ്റെ വീട്ടിലാക്കി, അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ. അതായത് വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു 3-4 വീട് അപ്പുറമാണ് ഒരു വീട്. അപ്പം മാമീൻ്റെ അടുത്താക്കിയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഓരോരുത്തരെ മക്കളാക്കിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ബീച്ചിൽ ഇരുന്ന് അവിടുന്ന് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ എൻ്റെ മോൾക്ക് പിന്നെ പൂഴി കണ്ട പിന്നെ ഒന്നും പറയണ്ട, അങ്ങനെ പൂഴി കൂടെ കിടന്നിട്ടും ഇരുന്നിട്ടും നടന്നിട്ടും. പിന്നെ ഈ സൈഡിൽ ബലൂണും ലൈറ്റ്സും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നടന്ന് പോണ സമയത്ത് മെല്ലെ കുറച്ച് ക്രോസ് ആയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയി. വേറൊന്നല്ല, അയാളുടെ മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളതൊക്കെ വേണ്ടി വരും അവൾക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മാറിയൊരു ഭാഗത്ത് കടലിന് കുറച്ച് അടുത്തായിട്ട് ഞങ്ങളൊരു ഭാഗത്ത് ഇരുന്നിട്ടാണ് പിന്നെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോഴേ എൻ്റെ മനസ്സിൽ മക്കൾ ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോനെ, അവനക്ക് ചെറുതായിട്ട് രാവിലെ വരുന്ന സമയത്തൊന്നുമില്ലായിരുന്നു, അങ്ങനെ ചെറിയൊരു പനി ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് സമാധാനമില്ല. പിന്നെ എനിക്ക് അവിടെ ഇത്രയും നേരം എൻജോയ് ചെയ്തെങ്കിലും പിന്നെ ഒരു സമാധാനമില്ല. മോന് വലിയ കുട്ടിയായിട്ടുണ്ട്, അവന് 7ാം ക്ലാസ്സിലേക്കാണ്. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മക്കൾക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളെ പ്രസൻസും കൂടി ഇല്ലാത്ത സമയത്ത് അത് ഒരിതാണല്ലോ. ഞാൻ ഈ പൂഴിയിൽ മോൾ ഓൾറെഡി കളിച്ച് കഴിഞ്ഞ സമയത്ത് നമ്മളെ പ്രോ ഡ്രൈവർ കുറച്ചും കൂടി മണ്ണ് വാരി മോളുടെ മേത്തിട്ട് കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു. അവൾക്കും അത് നല്ല എൻജോയ് ചെയ്തു, അവളും അത് നല്ല എൻജോയ് ചെയ്തു. പിന്നെ അവൾ തന്നെ അനിയത്തി എന്നെ വൃത്തിയാക്കി കൊടുത്തിട്ടോ. അപ്പോൾ ഏകദേശം വൈറ്റ് ഡ്രസ്സ് ഏകദേശം നല്ല ഭംഗിയിൽ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ കഴുകി ക്ലീൻ ആക്കുമ്പോഴാണ് അതൊക്കെ ആലോചിക്കുമ്പോഴാണ് പോകാനേ തോന്നൂല കേട്ടോ. അങ്ങനെ ഈ ഇനിയും വെള്ളമാക്കി എടുക്കണ്ടേ എന്നുള്ള ആലോചനയിൽ ഏകദേശം അവിടുന്ന് പോകാനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.